സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. രാജ്യത്തെ പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി പാലാ നഗരസഭയിലെ ദിയ പുളിക്കക്കണ്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പാലാ നഗരസഭയിൽ ചരിത്രത്തിൽ ആദ്യമായി ജോസ് കെ മാണിയുടെ പാർട്ടി പ്രതിപക്ഷ സ്ഥാനത്താകുകയും ചെയ്തു. പാലായിൽ പുതുചരിത്രം രചിച്ചാണ് 21കാരി ദിയ അധ്യക്ഷ പദത്തിലെത്തിയത്. UDF പിന്തുണയിലാണ് സ്വതന്ത്രയെ മത്സരിച്ച ദിയയുടെ നേട്ടം. പിതാവ് ബിനു പുളിക്കക്കണ്ടത്തിന് കപ്പിനും ചുണ്ടലുമിടയിൽ നഷ്ടമായ അധ്യക്ഷസ്ഥാനം മകൾ നേടി. അന്ന് ബിനുവിന്റെ പതനത്തിന് കാരണക്കാരനായ ജോസ് കെ മാണിയുടെ പാർട്ടി ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷ സ്ഥാനത്തും. അച്ഛനും വലിയച്ഛനും ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മാത്രമല്ല ബാക്കി 23 പേരിൽ ഒത്തിരിയും കുറച്ച് യങ്സ്റ്റേഴ്സും ഉണ്ട്. ബാക്കി എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇപ്പം നിങ്ങൾ കണ്ടു. എല്ലാവരും സപ്പോർട്ട് വളരെ നല്ലൊരു സന്തോഷത്തോടെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം NDAക്ക് ലഭിച്ചു. BJPയുടെ PL ബാബുവാണ് ചെയർമാൻ. തെരഞ്ഞെടുപ്പിൽ LDFന്റെ 2 വോട്ട് അസാധുവായി. പാലക്കാട് നഗരസഭയും BJP നിലനിർത്തി. കോട്ടയം നഗരസഭാ അധ്യക്ഷനായി കോൺഗ്രസ് അംഗം MP സന്തോഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കൽപ്പറ്റ നഗരസഭയിൽ LDFന്റെ P വിശ്വനാഥൻ ചുമതലയേറ്റു. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ ചെയർപേഴ്സണാണ് ഇദ്ദേഹം. തലശ്ശേരി നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫസൽ വധക്കേസിലെ 8ാം പ്രതിയാണ് കാരായി ചന്ദ്രശേഖരൻ. തൊടുപുഴ നഗരസഭാ അധ്യക്ഷയായി മുസ്ലിം ലീഗിന്റെ സാബിറ ജലീലും കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സണായി UDFന്റെ ഷാഹിന സലീമും തെരഞ്ഞെടുക്കപ്പെട്ടു. ആലപ്പുഴ നഗരസഭയിൽ മോളി ജേക്കബ് ചെയർപേഴ്സണായി. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗ് അംഗം MP നാസറും അധ്യക്ഷനായി. മലപ്പുറം ജില്ലയിൽ CPMന് ലഭിച്ച ഏക നഗരസഭയായ പൊന്നാനി നഗരസഭയിൽ CV സുധ ചെയർപേഴ്സണായി അധികാരമേറ്റു. പെരിന്തൽമണ്ണ നഗരസഭയിൽ മുസ്ലിം ലീഗിലെ UK മുഹമ്മദ് ഷാ അധികാരമേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോട്ടയം.